ട്രിപ്പിൾ ഇന്റഗ്രൽസ്. ട്രിപ്പിൾ ഇന്റഗ്രൽസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതാണ് എന്താണെന്നുള്ളത്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിനകത്തില് ട്രിപ്പിൾ ഇന്റഗ്രൽ എന്ന് പറയുന്ന സെക്ഷനകത്ത് ഒരൊറ്റ പ്രോബ്ലം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ റെഫറൻസ് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഒറ്റ പ്രോബ്ലം ഉള്ളെന്ന് കരുതി സന്തോഷിക്കാൻ ഒരു വകയില്ല. കാരണം റെഫറൻസ് ടെക്സ്റ്റിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ചോദിക്കാം. അതുകൊണ്ട് ഞാൻ റെഫറൻസ് ടെക്സ്റ്റിങ് എടുത്തു. റെഫറൻസ് ടെക്സ്റ്റ് എടുത്ത് നിങ്ങളുടെ ഗൈഡ് എടുക്കാത്ത എന്താന്ന് വെച്ചാൽ ഗൈഡിനകത്ത് ഈ ഫിഗറുകളൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല ചിലതിന്റെ ഒന്നും. അപ്പൊ ഈ റെഫറൻസ് ടെക്സ്റ്റിനകത്തിലാണെങ്കിൽ നല്ല കളർഫുൾ ആയിട്ട് ഫിഗറുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് തന്നെ ഇങ്ങ് എടുത്തേക്കുക. ഞാനിത് നോട്ട് എഴുതാത്തത് ഞാനിത് വരച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ ഫിഗർ കിട്ടണമെന്നില്ല. ഫിഗർ ശരിക്കും നമുക്ക് ഈ ജോമെട്രിയും കൂടെ ഉണ്ടെങ്കിലാണ് ഈ ട്രിപ്പിൾ ഇന്റഗ്രൽസ് അതിന്റെ ആ ഒരു ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. ട്രിപ്പിൾ ഇന്റഗ്രൽസ് ഡെഫിനിഷൻ ഒക്കെ കഴിഞ്ഞതാണ് നമ്മൾ. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു ഇന്റഗ്രലിനുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഈ ട്രിപ്പിൾ ഇന്റഗ്രലിനുണ്ട്. ഇപ്പൊ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ കോൺസ്റ്റന്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ നമുക്ക് ചെയ്താൽ മതി. പിന്നെ രണ്ട് ഫംഗ്ഷന്റെ സം ഓർ ഡിഫറൻസിനും ഇത് നമ്മൾ ഒരു ഇന്റഗ്രൽ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ ട്രിപ്പിൾ ഇന്റഗ്രലും അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം, മനസ്സിലായോ? പിന്നെ മോറോവർ ഇഫ് ദ റീജിയൻ, പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓവർ ഒരു റീജിയനിലാണല്ലോ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ജി എന്ന് പറയുന്ന റീജിയനെ നമ്മൾ രണ്ട് സബ് റീജിയൻസ് G1 G2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ G1 എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി പ്ലസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ G2 എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി. അങ്ങനെ ചെയ്താൽ മതി. രണ്ട് റീജിയൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെങ്കിൽ അതേ ഓരോ റീജിയനിലെയും ട്രിപ്പിൾ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നു, ആഡ് ചെയ്യുന്നു. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിനകത്തിലുള്ളത് ഈ റീജിയൻ എന്ന് പറഞ്ഞ ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഇത് 3 റീജിയൻ അല്ല. അത് കാണുമ്പോൾ നമ്മൾ 2D ആയിട്ട് ചിന്തിക്കുമ്പോൾ 3 റീജിയൻ ആയിട്ട് തോന്നും. 3 റീജിയൻ അല്ല, 2 റീജിയൻ G1 G2 ആണ്. അതിന്റെ ഇടയ്ക്കൊരു സെപ്പറേഷൻ വന്നേക്കുന്നതാണ്. ഇത് 3 സ്പേസിലുള്ള ഒരു സംഭവമാണ്. മൊത്തത്തിൽ G എന്നാണ് അതിന്റെ പേര്, മനസ്സിലായോ? അപ്പോ സെപ്പറേറ്റ് ഇന്റഗ്രൽ എടുത്ത് സം ചെയ്താൽ മതി. ഇവാലുവേറ്റിംഗ് ട്രിപ്പിൾ ഇന്റഗ്രൽസ് ഓവർ റെക്ടാങ്കുലർ ബോക്സസ്. റെക്ടാങ്കുലർ ബോക്സസ് എന്ന് പറഞ്ഞാല് നമുക്ക് റീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ ഫോമിലായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് ഈ റെക്ടാങ്കുലർ ബോക്സസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിബിനിസ് തിയറം സ്ട്രോങ്ങർ ഫോം ഒക്കെ പഠിച്ചതാണ് നമ്മൾ. ഇപ്പം GB a rectangular box defined by the inequality K less than or equal to X less than or equal to B, C less than or equal to Y less than or equal to D, K less than or equal to Z less than or equal to L. If F is continuous on the region G, then triple integral over G f of X y z dv is equal to ഈ ലിമിറ്റ് അങ്ങോട്ട് കൊടുക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാനിത് പഠിപ്പിച്ചതായതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അതിനാണ് ഞാൻ നിങ്ങളോട് ആ വീഡിയോ കേൾക്കണം എന്ന് പറഞ്ഞത്. ഇവാലുവേറ്റ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ G 12xy square z cube dv over the rectangular box G defined by the inequalities -1 less than or equal to x less than or equal to 2, 0 less than or equal to y less than or equal to 3, 0 less than or equal to z less than or equal to 2. നോക്കിക്കേ, ഇപ്പം എക്സും വൈ ഇസഡ്, എക്സിന്റെയും വൈന്റെയും ഇസഡിന്റെയും റേഞ്ച് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഒരു 3 സ്പേസിൽ ഈ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ബോക്സ് ആയിരിക്കും, റെക്ടാങ്കുലർ ബോക്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അതിൽ എക്സ് എവിടം വരെ, വൈ എവിടം വരെ, ഇസഡ് എവിടം വരെ വേരി ചെയ്യുന്നു എന്നുള്ളതിന്റെ ലിമിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. Of the 6 possible iterated integrals we might use, we will choose the one in 2. Thus we will first integrate with respect to z holding x and y fixed. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇസഡിൽ ഇന്റഗ്രേറ്റ് with respect to ഇസഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള രണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ ഓരോന്നിനും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ G 12xy square z cube dv is equal to, നമ്മള് ഏത് ഓർഡറിലും എഴുതാം, നമുക്ക് കോൺസ്റ്റന്റ് ലിമിറ്റ് ആയത് ഏത് ഓർഡറിലും എഴുതാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഏറ്റവും ഉള്ളിൽ എഴുതുന്നത് ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഇസഡിന്റെ ലിമിറ്റാ. അപ്പോ ആ ഫംഗ്ഷനോട് ചേർന്ന് എഴുതേണ്ടത് dz ആണ്. പിന്നീട് dz ശേഷം വരുന്ന ആളിന്റെ ലിമിറ്റ് ആണ് നമ്മൾ ഈ ഉള്ളിലുള്ള ഇന്റഗ്രലിന് ശേഷം പുറത്ത് വരുന്ന ഇന്റഗ്രലോ. ഏറ്റവും പുറത്തുള്ള ആളായിരിക്കും നമ്മുടെ ഏറ്റവും പുറത്ത് എഴുതുന്ന dx ആണെങ്കിൽ ഇവിടെ dx ആണ്. അപ്പൊ അത് എക്സിന്റെ ലിമിറ്റ് ആണ് ഏറ്റവും ആദ്യമുള്ള ഇന്റഗ്രലിൽ ഉള്ളത്. ഫംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന ഇന്റഗ്രൽ ആയിരിക്കും ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇന്റഗ്രൽ -1 to 2, 0 to 3. ഇനി
12x y² z ക്യൂബ് dz വിത്ത് റെസ്പെക്ട് ടു z ൽ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് z⁴/4 എന്ന് കിട്ടും z ക്യൂബിൻ്റെത്. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 3xy² z⁴ ആണെന്ന് കിട്ടും. z ന് ലിമിറ്റ് കൊടുക്കുക, z = 0 to 2 dy/dx. ഓക്കെ, അപ്പൊ z ന് ലിമിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 48xy² dy/dx എന്ന് കിട്ടും. 48xy² dy/dx എന്ന് കിട്ടും. അപ്പം ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 2 16xy³ അതെങ്ങനെ കിട്ടുക? നമ്മൾ ഇനി അടുത്തത് വിത്ത് റെസ്പെക്ട് ടു y നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ y² നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y³ 3 എന്ന് കിട്ടും. ആ 3യും 48 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 16xy³. ലിമിറ്റ് നമ്മൾ y = 0 to 3 എന്നുള്ളതാണ് നമ്മുടെ ലിമിറ്റ്. അപ്പൊ yക്ക് ആദ്യം 3³ - 0³ എന്ന് കിട്ടും. അപ്പൊ 432x നെയാണ് ഇനി അടുത്തായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 216x² എന്ന് കിട്ടും. ഓക്കെ, ലിമിറ്റ് -1 to 2 ആണ്. അപ്പൊ ആൻസർ 648. ഇവാലുവേറ്റിംഗ് ട്രിപ്പിൾ ഇന്റഗ്രൽസ് ഓർ മോർ ജനറൽ റീജിയൻസ്. നമ്മളിപ്പോ കണ്ടത് ഏറ്റവും എളുപ്പമുള്ള റെക്ടാങ്കുലർ റീജിയനിലുള്ള ഇവാലുവേഷൻ ആണ് കണ്ടത്. ഇപ്പൊ ജനറൽ റീജിയനിലുള്ളത് ഞാൻ പറഞ്ഞതാണ്. ജനറൽ റീജിയനിൽ ഉള്ള ഇവാലുവേഷൻ ഞാൻ പറഞ്ഞതാണ്, പക്ഷെ ഇവിടെ ഞാൻ ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് we will consider how triple integrals can be evaluated over solids that are not rectangular boxes. അപ്പൊ നമ്മുടെ റീജിയൻ ട്രിപ്പിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ബോക്സസ് അല്ല, ഏത് ഷേപ്പിലുള്ള ഒരു റീജിയൻ വേണേലും ആകാം. For the moment we will limit our discussion to solids of the type shown in figure 14.5.3. Specifically, we will assume that the solid G is bounded above by a surface z = g2 of xy and below by a surface z = g1 of xy, and that the projection of the solid on the xy plane is a type 1 or type 2 region R. In addition, we will assume that g1 of xy and g2 of xy are continuous on R, and that g1 of xy less than or equal to g2 of xy on R. Geometrically, this means that the surface may touch but cannot cross. We call a solid of this type a simple xy solid. അപ്പൊ നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന സോളിഡിനെ പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു സോളിഡ് റീജിയൻ ഉണ്ടല്ലോ, ഇതിലാണ് ഓവർ ദിസ് റീജിയനിലാണ് നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്, ട്രിപ്പിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന റീജിയൻ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ജി കണ്ടല്ലോ, ജി കണ്ടു. എന്നിട്ട് ഈ ജിയുടെ അപ്പർ ഒരു സർഫസ് ഉണ്ട്, ഒരു സർഫസിന്റെ ഒരു പോർഷൻ ആണ് z = g2 of xy എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനിന്റെ ആ പ്ലെയിൻ ആണ് നമുക്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ആ പ്ലെയിൻ മൊത്തത്തിൽ നമുക്കില്ല, നമ്മുടെ റീജിയന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഈ റീജിയന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഈ പ്ലെയിൻ ഉണ്ട്. ഓക്കെ, പ്ലെയിൻ ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകും, അത് മുഴുവൻ നമുക്ക് വേണ്ട, നമ്മുടെ ഭാഗം കണ്ടില്ലേ, അതാണ് നമ്മുടെ ഭാഗമാണ് ഈ ജി എന്നുള്ളത്. പിന്നെ അതിന്റെ ലോവർ സർഫസ് z = g1 of xy, അതും താഴെയുള്ള സർഫസ് ആണ്. താഴെയുള്ള ആ ഒരു പ്ലെയിൻ സർഫസിന്റെ ഇക്വേഷൻ ആണ് z = g1 of xy എന്ന് പറയുന്നത്. അപ്പൊ ഈ സോളിഡ് ലോവർ സർഫസും അപ്പർ സർഫസും പ്ലെയിൻസ് ആണ്. പിന്നെ ഇതിന്റെ പ്രൊജക്ഷൻ ഓൺ ടു ദി xy പ്ലെയിൻ നമ്മൾ എടുക്കുന്നു. പ്രൊജക്ഷൻ എന്താന്ന് മനസ്സിലായോ? പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാല് ഇത് ഇപ്പൊ നോക്കിക്കേ, ഇത് 3 സ്പേസിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സോളിഡാ. ഈ സോളിഡ് പെട്ടെന്ന് താഴേക്ക് വീഴുകയാണ്. ഈ xy പ്ലെയിനിലേക്ക് വീണാൽ ചെന്ന് പടോന്ന് പറഞ്ഞുകൊണ്ട് എവിടാ നിൽക്കുന്നത്? ഈ റീജിയന്റെ മുകളിലാണ് നിൽക്കുക. അപ്പൊ അതാണ് ഈ പ്രൊജക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഒരു സ്ഫിയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഷേപ്പ് ആയിരിക്കും കിട്ടുന്നതെന്ന് പറയാമോ? അഞ്ജലി ശ്രീ പറയൂ. അഞ്ജലി ശ്രീ ഉണ്ടോ? ഒരു സ്ഫിയർ നമ്മുടെ കയ്യിലുണ്ട്, ആ സ്ഫിയറിന്റെ പ്രൊജക്ഷൻ എന്തായിരിക്കും? നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് ധൈര്യമായിട്ട് പറയാം. ആർക്കെങ്കിലും അറിയോ? ഒരു സ്ഫിയർ എടുത്തു, ഒരു സ്ഫിയർ നമ്മുടെ കയ്യിലുണ്ട്,
ആ സ്ഫിയർ ഞാൻ XY പ്ലെയിനിന്റെ മുകളിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അങ്ങനെയാണ് അതിന്റെ പ്രൊജക്ഷൻ എന്താ? അഖിൽ രാധാകൃഷ്ണൻ. അഖിൽ രാധാകൃഷ്ണൻ അഖിൽ രാധാകൃഷ്ണൻ പോയി. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേനും ആൾക്കാർ ഓരോരുത്തരായിട്ട് ലെഫ്റ്റ് ആവും. ആൻസർ എന്നാ ഉണ്ടോ? എല്ലാവരും സ്വന്തം ഫേസ് ഒന്ന് കാണിച്ചേ. ഇതിനകത്ത് ആരൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയട്ടെ. നിങ്ങൾക്ക് പറയുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങളുടെ ഫേസ് കാണിക്കൂ. ഓക്കെ, അനുരാഗ്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഇല്ലേ? സഹിൽ, പിന്നെ ഇന്ത്യയുടെ ഒരു സംഭവം ഉണ്ടെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഞാൻ ചോദിച്ച സ്ഫിയർ ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ഒരു സ്ഫിയറിന്റെ പ്രൊജക്ഷൻ എടുക്കുമ്പോ എന്താണ് കിട്ടുക എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഫേസ് കാണിക്കൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇപ്പൊ കാണിച്ചവര് വേണ്ട കേട്ടോ. കാർത്തിക് സി, ഫൈസൽ, സൈന, രാഹുൽ രാജൻ, ഓക്കെ. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോവാം. ഇതിൽ നിങ്ങള് റെക്കോർഡഡ് വീഡിയോ ഇതിന്റെ കാണുമ്പോൾ ഇതിനകത്ത് മുഴുവൻ ഇതിൽ കാണും. നോക്കൂ, നമ്മളുടെ സോളിഡിന്റെ ലോവർ സർഫസ് G1 of xy, അപ്പർ സർഫസ് G2 of xy ആണ്. ഓക്കെ. അപ്പൊ ഇതിൽ ഓവർ ദിസ് ഇതാണ് നമ്മുടെ ഇപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു സോളിഡ്. ഇതാണ് സോളിഡ് റീജിയൻ, ഇതാണ് G ആണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് ഇതിന്റെ ഒരു പ്രൊജക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ ആണ് 6. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ആൻസർ പറയാം. സ്ഫിയറിന്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XY പ്ലെയിനിൽ നമ്മൾ ഏത് പ്ലെയിനിൽ നോക്കിയാലും പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്ലെയിൻ അല്ല, XY പ്ലെയിൻ നോക്കി. XY പ്ലെയിനിന്റെ മുകളിലായിട്ട് ഇങ്ങനെ പിടിക്കുന്നു. അതിന്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സർക്കിൾ ആയിരിക്കും. അപ്പൊ പ്രൊജക്ഷൻ മനസ്സിലാവാൻ വേണ്ടി ചോദിച്ചത് ഫോളോ തിയറം which we state without proof will enable us to evaluate triple integrals over simple XY solids. അപ്പൊ അടുത്ത ഒരു തിയറം നോക്കൂ. തിയറം സിമ്പിൾ XY. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞത് മുഴുവൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ സോളിഡിന്റെ പ്രൊജക്ഷൻ ആണ് 6. ഇപ്പൊ ഇങ്ങനെയുള്ളതിനെ സിമ്പിൾ XY സോളിഡ് എന്ന് പറയും. പ്രൊജക്ഷൻ നമ്മൾ XY പ്ലെയിനിലേക്കാണ് എടുക്കുന്നത്. അതിന്റെ മുകളിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ G1 of xy G2 of xy ഇങ്ങനെ നമ്മൾ കണ്ടല്ലോ. അതായത് സർഫസിന് ഇടയിൽ നിൽക്കുന്ന ഒരു സോളിഡ് റീജിയൻ. അങ്ങനെയുള്ളതിനെ നമ്മൾ സിമ്പിൾ XY സോളിഡ് എന്ന് വിളിക്കും. തിയറം അടുത്ത തിയറം സിമ്പിൾ XY സോളിഡ് വിത്ത് അപ്പർ സർഫസ് G2 of xy ആണ്, ലോവർ സർഫസ് G1 of xy. ഇപ്പൊ പറഞ്ഞത് തന്നെ. ആൻഡ് ലാബ് ദി പ്രൊജക്ഷൻ ഓഫ് G on the XY plane. If f of xy is continuous on G, then triple integral over G f of xy is dv is equal to triple integral over r integral G1 of xy to G2 of xy f of xy is dz dA. Okay, G എന്ന് പറഞ്ഞാൽ സിമ്പിൾ XY സോളിഡ് ആണ്. അപ്പർ സർഫസ് G2 of xy and ലോവർ സർഫസ് G1 of xy ആണ്.
and let capital R be the projection of G on the xy plane ആണെങ്കിൽ അതിന്റെ ട്രിപ്പിൾ ഇന്റഗ്രൽ f of x y z continuous on G ആയിരിക്കണം. എങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് G f of x y z dv is equal to ഡബിൾ ഇന്റഗ്രൽ ഓവർ r. r നമ്മുടെ പ്രൊജക്ഷൻ ആണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ലിമിറ്റ്സ് നോക്കേണ്ടത്. into integral g1 of xy to g2 of xy f of xy z dz into dA. അപ്പോൾ ഈ പുറത്ത് എഴുതിയിരിക്കുന്ന ഡി എ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് വൈ പ്ലെയിനിലെ പ്രൊജക്ഷൻ ആണ്. അപ്പൊ എക്സ് വൈ പ്ലെയിനിലെ പ്രൊജക്ഷൻ ആകുമ്പോൾ നമ്മൾ ആറിൽ നോക്കി എക്സിന്റെ വൈന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. എന്നിട്ട് ഡി എനെ മാറ്റി ഡി എക്സ് ഇൻറ്റു ഡി വൈ എന്ന് എഴുതണം. പ്രൂഫ് ഒന്നുമില്ല. In 3, the first integration is with respect to z, after which a function first integration with respect to z, after which a function of x and y remains. This function of x and y is then integrated over the region R of the xy plane. To apply 3, it is helpful to begin with a three-dimensional sketch of the solid G. The limits of integration can be obtained from the sketch as follows. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പ്രോബ്ലം തരുമ്പോൾ അതിന്റെ 3-dimensional സ്ട്രക്ചർ ഉണ്ടെങ്കിലാണ് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3-dimensional ഫിഗർ വരച്ചിട്ട് അതിന്റെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇസഡിന്റെ ലിമിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിട്ട് കിടക്കുക. g1 of xy to g2 of xy ആണ്. അപ്പൊ അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫുൾ എക്സിലും വൈയിലും ഉള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. അതിനെ പിന്നെ ഓവർ ദ റീജിയനിൽ ഡബിൾ ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. ഡിറ്റർമിനിങ് ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ സിമ്പിൾ എക്സസൈസ് സോൾവ്ഡ്. അപ്പോൾ ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുന്നതാണ് നമ്മളുടെ ഒരു ടാസ്ക്, മെയിൻ ടാസ്ക്. Step 1. Find an equation z equal to g2 of xy for the upper surface and the equation z equal to g1 of xy for the lower surface of G. The functions g1 of xy and g2 of xy determine the lower and upper z limits of integration. ഇപ്പോൾ z equal to g2 of xy for the upper ഇപ്പൊ നമുക്കൊരു സോളിഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലോവർ സർഫസിന്റെ അപ്പർ സർഫസിന്റെ ഇക്വേഷൻ ഈ പറഞ്ഞ z equal to g2 of xy എന്ന് വെച്ചാൽ z equal to a function of x and y, അതേപോലെ അപ്പർ സർഫസിന്റെ z equal to a function of x and y ഫോമിൽ കണ്ടുപിടിക്കുക. ഓക്കെ, the functions g1 of xy and g2 of xy determine the lower and upper z limits of integration. നെക്സ്റ്റ് വേണ്ടത് മേക്ക് എ 2-dimensional sketch. ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ സോളിഡിന്റെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കണം. പ്രൊജക്ഷൻ വരച്ചു വെക്കണം. sketch the projection R of the solid on the xy plane. From this sketch determine the limits of integration for the double integral over R and 3. എന്നിട്ട് നമ്മൾ സാധാരണ ഡബിൾ ഇന്റഗ്രൽ അറിയാമെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഈ വരച്ച പ്രൊജക്ഷനിൽ നോക്കിയിട്ട് ഡബിൾ ഇന്റഗ്രലിനകത്തിൽ ഞാൻ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് അല്ലെങ്കിൽ സ്ട്രിപ്സ് വരച്ചിട്ട് നമ്മൾ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പൊ ആ രീതിയിൽ ലിമിറ്റ്സ് കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് അത്ര കൊടുത്താൽ മതി. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 2, let G be the wedge in the first octet that is cut from the cylindrical solid y square plus z square less than or equal to 1 by the planes y equal to x and x equal to 0. Evaluate triple integral over G z dv. നോക്കൂ, G എന്ന് പറഞ്ഞാൽ ഇത് wedge in the first octet ആണ്. that is cut from the cylindrical solid y square plus z square less than or equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിലിണ്ടറിന്റെ ഇക്വേഷൻ ആണ്. 1 റേഡിയസ് ഉള്ള സിലിണ്ടർ ആണ്. അത് ഏത് ആക്സിസിലൂടെ ആയിരിക്കും ഇരിക്കുക എന്നറിയോ? നിങ്ങൾക്ക് കണ്ടിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? y square plus z square ഇത് നോക്കാതെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങളിത് വരയ്ക്കണമല്ലോ ഇത് വരുമ്പോ. അപ്പൊ ഇത് മനസ്സിലാവുന്നുണ്ടോ? സൈൻ മനസ്സിലാവുന്നുണ്ടോ? y square plus z square less than or equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ ആണെന്ന് മനസ്സിലാവും. ഇത് ഏത് ആക്സിസിലൂടെ ആയിരിക്കും എന്ന് മനസ്സിലാവുമോ? സൈൻ ഉണ്ടോ? അത് മനസ്സിലാവോ അങ്ങനെ കണ്ടാല്? അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ or equal to 1 എന്ന് വന്നായിരുന്നെങ്കിൽ എങ്ങനെ വരും എന്ന് അറിയാമല്ലോ. എങ്ങനെയാ വരിക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ or equal to 1 ആണെങ്കിൽ ആ സിലിണ്ടർ ഏത് ആക്സിസിലൂടെയാണ് പോവുക? ഒരു ആക്സിസിന് ചുറ്റുമല്ലേ സിലിണ്ടർ ഇരിക്കുക? അതെ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ or equal to 1 എന്ന് പറയുമ്പോൾ അത് ഏത് ആക്സിസിലൂടെയാണ്? നമ്മൾ വരയ്ക്കുന്നതാണ്, നമ്മൾ കാണുന്നതാണ് എപ്പോഴും. ഏത് ആക്സിസിലൂടെയാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ
ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിൽ അതൊരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിലെ സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ എക്സ് വൈ പ്ലെയിൻ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു. പിന്നെ ഇത് എപ്പോഴാണ് സിലിണ്ടർ ആവുന്നത്? പിന്നെ റെക്ടാങ്കുലറിലുണ്ട്, അപ്പൊ അതിനുള്ള പോർഷൻ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇത് എപ്പോഴാണ് സിലിണ്ടർ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ത്രീ സ്പേസിലേതാണ്, ത്രീ സ്പേസിലെ ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ ഇവിടെ ഇസഡിനെ എങ്ങനെ വേണമെങ്കിലും വേരി ചെയ്യാന്ന് പറയും അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഇസഡിന് ഒരു ലിമിറ്റ് അവിടെ പറഞ്ഞിട്ടില്ല. ഇസഡ് എങ്ങനെ വേണമെങ്കിലും വേരി ചെയ്യും. അപ്പോൾ ഈ സർക്കിളിനെ നമ്മൾ ഇസഡ് ആക്സിലേക്ക് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതിന്റെ ആ ഒരു ഫിഗർ. ഇപ്പൊ ഇസഡ് ആക്സിസിലൂടെയാണ് നമ്മുടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ 1 എന്ന് പറയുന്ന സിലിണ്ടർ ഇരിക്കുന്നത് അല്ലേ. നമ്മൾ വരയ്ക്കുന്നതല്ലേ എപ്പോഴും, സിലിണ്ടർ നമ്മൾ വരയ്ക്കുന്നതല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടിട്ടുള്ളതല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ്, ഇങ്ങനെ നോക്കിയാൽ മതി. ഇതിനകത്ത് ഏതാണോ ഇല്ലാത്തത് ആ ആക്സിസിലൂടെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഏതിലായിരിക്കും ഇരിക്കുന്നത്? എലോങ് ദി എക്സ് ആക്സിസിലൂടെ ആയിരിക്കും ഇരിക്കുക. വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഇസഡ് പ്ലെയിനിലെ ഒരു സർക്കിൾ ആണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് എക്സിന് എന്ത് വേരിയേഷൻ കൊടുക്കാം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എക്സിന് വേരിയേഷൻ വരണം. അപ്പൊ ഈ സർക്കിളിനെ നമ്മൾ എക്സ് ആക്സിലൂടെ മൂവ് ചെയ്യിക്കുന്നു. അതായത് പോസിറ്റീവ് എക്സ് ആക്സിലൂടെ മൂവ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂസ് കൂടും, നെഗറ്റീവ് എക്സ് ആക്സിലൂടെ താഴേക്ക് സർക്കിളിനെ കൊണ്ടുപോകുമ്പോൾ എക്സിന്റെ വാല്യൂസ് കുറയും. അപ്പോ ഇതെല്ലാം എടുക്കും. ഇതെല്ലാം കൂടെ എടുക്കുമ്പോഴാണ് നമുക്ക്, ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ആ സിലിണ്ടർ കിട്ടുന്നത്. ഇപ്പൊ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ലെസ് ദാൻ 1 എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ ആണ്, സിലിണ്ടറിന്റെ ഇക്വേഷൻ ആണ്. അതിന്റെ ഉൾഭാഗം ഉണ്ട്, ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഉൾഭാഗം ഉണ്ട്. ഇത് മാത്രമല്ല, ബൈ ദ പ്ലെയിൻസ് y is equal to x. ഇനി y is equal to x എന്ന് പറയുന്ന പ്ലെയിൻ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പൊ കട്ട് ചെയ്ത് കളയുന്നു. കട്ട് ചെയ്തിട്ട് പിന്നുള്ളത് and x is equal to 0. x is equal to 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ y z പ്ലെയിന് ഇത്രയും ഇടയിലുള്ള റീജിയൻ ആണ് G. ഓക്കെ, അത് കണ്ടോ? ഇപ്പൊ ഇത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഫിഗർ നോക്കുമ്പോൾ നമ്മുടെ ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നു അവിടെ. സിലിണ്ടറിന്റെ ഒരു പോർഷൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട പോർഷൻ മാത്രം അവിടെ വരച്ചേക്കുന്നത്, ഫുൾ ഫിഗർ അവിടെ വരച്ചിട്ടില്ല. സിലിണ്ടർ ബാക്കിയുണ്ട്, അത് വേണ്ടാത്തത് കൊണ്ട് നമുക്ക് ഈ പ്ലെയിൻ വെച്ചിട്ട് കട്ട് ചെയ്ത് പിന്നെ x is equal to 0 ഇടയിലുള്ള പോർഷൻ ആണ് വരുന്നത്. പിന്നെ ഇതൊരു സിലിണ്ടറിന്റെ പാർട്ടാണ്, കണ്ടാൽ മനസ്സിലാവുമല്ലോ. Evaluate triple level over G is dV. The solid G and its projection capital R on the XY plane are shown in figure 14.5.4. The upper surface of the solid is formed by the cylinder and the lower surface by the XY plane. Upper surface, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞു നമ്മുടെ ജിയുടെ അപ്പർ സർഫസ് ലോവർ സർഫസ് ഇസഡ് ഈക്വൽ ടു എന്നുള്ള ആ ഒരു ഫോമിൽ നമുക്ക് ആ ഇക്വേഷൻ കിട്ടണം. അപ്പർ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിലിണ്ടറിന്റെ ഭാഗമാണ്. വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അതിനകത്ത് നമുക്ക് ഇസഡ് ഈക്വൽ ടു കിട്ടും. ഓക്കെ, ഇസഡ് ഈക്വൽ ടു കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ എന്നാണ്. മൈനസ് എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? മൈനസ് എടുക്കാത്തത് എന്താ? മൈനസ് എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ മൈനസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴോട്ടുള്ള പോർഷൻ. ഇസഡ് ഇതിപ്പം അപ്പർ പാർട്ടിൽ ഇസഡ് പോസിറ്റീവ് ആകുമ്പോൾ ഉള്ള ഭാഗമാണ് നമുക്ക് ഉള്ളത്. ഇസഡ് നെഗറ്റീവ് ആകുമ്പോൾ ഇതിന്റെ താഴ്ഭാഗത്തോട്ടുള്ള ഭാഗമൊന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇസഡ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സിലിണ്ടറിന്റെ ഇക്വേഷനകത്തൊന്നും നമ്മൾ ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതിയിട്ട് അതിനകത്ത് നമുക്കുള്ളത് പോസിറ്റീവ് പാർട്ടിലുള്ള ഭാഗമാണുള്ളത്. സോ അത് ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ. ഏതാ നമ്മുടെ റീജിയൻ ആ ഫിഗറിൽ വരച്ചിട്ടുണ്ട്. അവിടെ നെഗറ്റീവ് ഏരിയ വരുന്നുണ്ടോ ഇസഡിന്റെ? അപ്പൊ അത് വേണ്ട. മനസ്സിലായോ? ഇസഡിന്റെ ഇതിന്റെ അതായത് താഴ്ഭാഗത്തോട്ട് ഇല്ല, നമുക്കൊന്നും ഉള്ള ഭാഗമാണ് അവിടെ വരച്ചത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ ഇത് ഫസ്റ്റ് ഒക്ടന്റ് ആണ്. ഫസ്റ്റ് ഒക്ടന്റ് മാത്രമാണ് അവിടെ വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഒക്ടന്റിലുള്ള പോർഷൻ ആണ് ഉള്ളത്. അതുകൊണ്ട് അവിടെ ഇസഡിന്റെ പോസിറ്റീവ് വാല്യൂസ് ആണുള്ളത്. ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ആൻഡ് ദി xy പ്ലെയിൻ ആൻഡ് ദി
അപ്പൊ ഇനി ലോവർ സർഫസിൽ എന്താ വരിക? മുകൾ ഭാഗത്ത് z ഈക്വൽ ടു പറഞ്ഞു റൂട്ട് ഓഫ് 1 മൈനസ് y സ്ക്വയർ ആണെങ്കിൽ ലോവർ ഭാഗം എന്ന് പറഞ്ഞാല് xy പ്ലെയിനിലാണ് ലോവർ ഭാഗം. xy പ്ലെയിനിൽ z ന്റെ വാല്യൂ എന്താണ്? z ഈക്വൽ ടു 0 ആണ്. അപ്പൊ xy പ്ലെയിൻ ആണെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ഇവിടെ ഇനി ഞാൻ z ഇനി എന്താണ് കൊടുക്കുക? z ഈക്വൽ ടു 0 ആണ് xy പ്ലെയിനിൽ. അപ്പൊ അതാണ് നമ്മുടെ ലോവർ ലിമിറ്റ്. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ g z d is equal to ഡബിൾ ഇന്റഗ്രൽ ഓവർ r ഇന്റഗ്രൽ 0 to root of 1 minus y square z dz into dA. ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഈ റെഫറൻസ് ടെക്സ്റ്റിലുള്ളതും പിന്നെ നമ്മളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിലും ഉള്ളത് അത്രയും പ്രോബ്ലംസ് അങ്ങ് എന്തായാലും ചെയ്ത് പഠിക്കുക കേട്ടോ. ഫിഗർ വരയ്ക്കാനും ഒക്കെ പഠിക്കുക. അപ്പൊ ഇതൊക്കെ വരും, ഇതെല്ലാം വന്നാലും കുറെ പേരൊന്നും എഴുതത്തില്ല. ഒരു ക്ലാസ്സിൽ തന്നെ 1-2 പേര് എഴുതത്തുള്ളൂ. വാല്യുവേഷൻ കഴിയുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും ഞങ്ങൾക്ക്. ഫോർ ദി ഡബിൾ ഇന്റഗ്രൽ ഇപ്പൊ നമ്മൾ ആദ്യത്തെ ആ ഫോം എഴുതി, z d ആ ഒരു ഫോം തന്നല്ലോ, അത് എഴുതി. ഫോർ ദി ഡബിൾ ഇന്റഗ്രൽ ഓവർ r. അപ്പൊ ഇനി നോക്കൂ, ഇനി ഈ ഇത് മനസ്സിലാക്കണം. എന്താണ് ഇവിടുത്തെ പ്രൊജക്ഷൻ നമ്മൾ മനസ്സിലാക്കുന്നു. പ്രൊജക്ഷൻ മനസ്സിലാക്കുമ്പോൾ നോക്കിക്കേ, ഈ പ്രൊജക്ഷൻ കണ്ടോ, ഇവിടുത്തെ ആറെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ഫിഗറിനകത്ത് ആറെന്ന് എഴുതിയിരിക്കുന്നതിനെ താഴോട്ട് മാറ്റി വരച്ചേക്കുക. y x ഒക്കെ ഒന്ന് തിരിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പൊ അതിനകത്തിലെ നമ്മുടെ ഈ എക്സ് വൈ പ്ലെയിനിന്റെ ഇടയിലുള്ള ആ ഒരു വര, ആ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പ്ലെയിനിന്റെ പാർട്ടല്ലേ? പ്ലെയിനിന്റെ പാർട്ടാണ്. y ആണ്. y ആണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത്. y ചരിഞ്ഞത്. പിന്നെ സിലിണ്ടറിന്റെ ആ ഒരു ഭാഗമാണ് 1 1 1 എന്ന് പറഞ്ഞ അത് വരച്ചിട്ടുണ്ടല്ലോ, അതാ സിലിണ്ടറിന്റെ ഭാഗമാണത്. ഇനി നമ്മൾ അവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ വരച്ചിട്ടുണ്ട്. For the double integral over the x and y, integrations can be performed in either order. Since R is both a type 1 and type 2 region, we will integrate with respect to x first. Double integral over R ചെയ്യാനായിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഹൊറിസോണ്ടൽ ആണ് എടുത്തിരിക്കുന്നത്. ഹൊറിസോണ്ടൽ എടുത്തിട്ട് ഇനി ഡബിൾ ഇന്റഗ്രൽ പഠിച്ചവർക്ക് ബാക്കി എളുപ്പമാണ് കേട്ടോ. അപ്പൊ അതാണ്, നമുക്ക് ഓരോന്നും പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുറച്ചൊരു എക്സ്റ്റൻഷൻ ആയിട്ട് വരുമ്പോ ആ ഒരു ബാക്കിയുള്ള സാധനം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ബാക്കി എളുപ്പമായി. ഇപ്പം ഡബിൾ ഇന്റഗ്രലിനകത്ത് നിങ്ങൾ ഈ സ്ട്രിപ്പ് എടുക്കുന്ന പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ളത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നോക്കൂ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചു. അവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാല് എക്സ് ലെഫ്റ്റ് സൈഡിലെ എക്സ് എന്താണ്? എക്സ് 0 ആണ്. റൈറ്റ് സൈഡിൽ പോയിട്ട് എക്സ് എന്താണ് വരുന്നത്? ഓരോയിടത്തും ഈ ലൈൻ മേളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴും ഈ എക്സിന്റെ വാല്യൂസ് മാറി വരും. അപ്പൊ നമുക്ക് ആ ലൈൻ ഇക്വേഷനിൽ നിന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് ഈക്വൽ ടു വൈ. അപ്പൊ അതാണ് എക്സ് ഈക്വൽ ടു വൈ ആണ്. എക്സ് 0 to y ആണ് എക്സിന്റെ ലിമിറ്റ്. ഇനി അടുത്തത് വൈയോ, വൈ ഏറ്റവും താഴെ 0 ആണ്, ഏറ്റവും മുകളിൽ y 1 ആണ്. കണ്ടല്ലോ, ലിമിറ്റ്സ് നമ്മൾ കൊടുത്തു. ഇനി ഇന്റഗ്രൽ 0 to 1 0 to y, ഇനി z-ന്റേത് z സ്ക്വയർ ബൈ 2 ആണ്. ലിമിറ്റ്സ് കൊടുക്കുന്നത് 0 to root of 1 minus y square dx dy ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ 0 to 1 0 to y. ലിമിറ്റ്സ് കൊടുത്തതാണ് 1/2 1 minus y square. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ടൊന്നും എഴുതുന്നില്ല. dx dy ഈക്വൽ ടു 1/2. ഇനി അടുത്ത വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മുടെ, വിത്ത് റെസ്പെക്ട് ടു x ആണ് ഇന്റഗ്രേഷൻ. അപ്പോ ഉള്ളിൽ എഴുതിയിരിക്കുന്ന കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? x എന്ന് കിട്ടും. x ന്റെ ലിമിറ്റ് 0 to y dy equal to 1/2 integral 0 to 1. Next x നെ ലിമിറ്റ് കൊടുത്തു. x ന്റെ ലോവർ ലിമിറ്റ് 0 ഉം അപ്പർ ലിമിറ്റ് y ഉം ആണ്. അപ്പോൾ y - 0 y കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. y - y³ into dy എന്ന് കിട്ടും. ഇനി വിത്ത് റെസ്പെക്ട് ടു y ലാണ് ഇന്റഗ്രേഷൻ. y square by 2 minus y raised to 4/4. ലിമിറ്റ്സ് 0 to 1. എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആൻസർ 1/8 എന്ന് കിട്ടും. Volume calculated as a triple integral. Triple integrals have many physical interpretations, some of which we will consider in section 14. However, in special case, where f of x is equal to 1, formula is f of x is equal to 1 ആകുമ്പോൾ നമുക്ക് ട്രിപ്പിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ v dv എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ആണ് കിട്ടുക.
സാധാരണ നമ്മുടെ ട്രിപ്പിൾ ഇന്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി എഫ് ഓഫ് എക്സ് വി സെഡ് ഡി വി ആണല്ലോ. അപ്പം ആ എഫ് ഓഫ് എക്സ് വി സെഡ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡി വി എന്ന് കിട്ടും. ഈ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി ഡി വി നമ്മൾ വാല്യൂറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വോളിയം ഓഫ് ദാറ്റ് സോൾഡ് ആണ് കിട്ടുക. Example 3. Use a triple integral to find the volume of the solid within the cylinder f of x square plus y square equal to 9 and between the planes z equal to 1 and x plus z equal to 5. Okay, x square plus y square equal to 9. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിലിണ്ടറിന്റെ ഇക്വേഷൻ ആണ്. 3 റേഡിയസ് വരുന്ന സിലിണ്ടർ ആണ്. അത് അതിന്റെ ആക്സിസ് ഏതാണ്? z ആക്സിസ് ആണ്. എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അപ്പൊ z ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന x plus y square equal to 9 എന്ന് പറയുന്ന നമ്മളുടെ സിലിണ്ടർ ആണ്. സിലിണ്ടർ മാത്രമല്ല, within the cylinder and between the planes z equal to 1 എന്ന് പറയുന്ന പ്ലെയിൻ ഉണ്ട്. അതേപോലെ തന്നെ x plus z equal to 5. x plus z equal to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ്. ആ പ്ലെയിൻ ചരിഞ്ഞായിരിക്കും. ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കുന്നത് നമ്മൾ നോക്കൂ. ചരിഞ്ഞിരിക്കുന്ന ഒരു പ്ലെയിൻ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സിലിണ്ടറിന്റെ മോൾ ഭാഗത്ത് ഒരു ചരിഞ്ഞ് കിട്ടും. ചരിഞ്ഞ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വൃത്തം ഇങ്ങനെ വലിച്ചു നീട്ടിയതുപോലെ അതിന്റെ സിലിണ്ടറിന്റെ മുകളിൽ ഒന്ന് ചരിച്ച് നമ്മളൊരു വെട്ട് കൊടുക്കുന്നു. നമ്മള് വെട്ടുന്നത് എന്താ പറയാ, കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് ഒരു വൃത്തം ഏറ്റവും മുകളിൽ ഇങ്ങനെ കിട്ടും. സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണത്തില്ലല്ലോ, പൈപ്പിന്റെ മുകൾ ഭാഗം ഇരിക്കുന്ന പോലെ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചരിച്ചാണ് നമ്മൾ വെട്ടുന്നത്. ചരിച്ച വെട്ടിയിരിക്കുന്നത്. എക്സ് പ്ലസ് ഇസഡ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഒരു പ്ലെയിൻ. എക്സ് പ്ലസ് ഇസഡ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാല് ഇസഡ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 5 എന്ന് പറയാം. അപ്പൊ അത് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പോസിറ്റീവ് ഈ പ്ലെയിനെ എന്താ പറയാ, y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ആ ഒരു ലൈൻ വരുന്ന രീതിയിൽ ചിന്തിക്കുക. ഇവിടെ z ഈക്വൽ ടു മൈനസ് എക്സ് ആണ്. അപ്പൊ z ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 5 എന്നാണ് വരിക. അപ്പൊ ഇത് കട്ട് ചെയ്ത് പോകുന്ന ഒറിജിനിലൂടെ പാസ് ചെയ്തിട്ടില്ല. എക്സ് പ്ലസ് z ഈക്വൽ ടു 5 ഒറിജിനിലൂടെ പാസ് ചെയ്തിട്ടില്ല. കാരണം എക്സിന് z 0 കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഒരു കാര്യം ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് z പ്ലസ് 5 അല്ലെങ്കിൽ z ഇസ് ഈക്വൽ ടു z ആക്സിസിലൂടെ ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതാണ്. z ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് 5 ആണ്. അപ്പൊ മൈനസ് എക്സ് പ്ലസ് 5 എന്ന് പറയുമ്പോ ഇതിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിന്റെ നെഗറ്റീവ് ഭാഗത്തേക്കായിരിക്കും ഉയർന്നു പോകുന്നത്. ഈ പ്ലെയിൻ ഇങ്ങനെ പൊങ്ങി പോകുമല്ലോ, അത് എക്സ് ആക്സിസിന്റെ പിന്നെ നെഗറ്റീവ് സൈഡിലേക്കായിരിക്കും. ഇപ്പൊ ഇവിടെ ഈ z is equal to x plus 5 എന്നായിരുന്നെങ്കിൽ ഈ പ്ലെയിൻ എന്ന് പറയുന്നത് തിരിഞ്ഞ് ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് വന്നേനെ. അതായത് നമ്മളിപ്പോ നോക്കുന്ന ഭാഗത്ത് ഇങ്ങനെ സർക്കിൾ കാണത്തില്ല, ഇതിന്റെ പിൻഭാഗമേ കാണുള്ളൂ. മനസ്സിലായി? നമ്മൾ ഇപ്പം കാണുന്ന രീതിയിൽ ആണെങ്കിൽ അതിന്റെ പുറകെ അപ്പുറത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സിലിണ്ടർ ആയിട്ട് കാണത്തുള്ളൂ. ഓക്കെ, എക്സ് പ്ലസ് z equal to 5 എന്ന് പറയുന്ന ആ ഒരു പ്ലെയിൻ അവിടെ വരച്ചിരിക്കുന്നു. ഇനി എന്താണ് the solid G and its projection വേണം. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ പ്രൊജക്ഷൻ, സിലിണ്ടർ ആണല്ലോ താഴ്ഭാഗത്ത്. ഇപ്പോൾ ഈ പ്രൊജക്ഷൻ നോക്കുമ്പോൾ അതിന്റെ സോളിഡിന്റെ അടിഭാഗം എന്താണോ നോക്കുന്നത് അതിന്റെ ഷേപ്പ് താഴെ ചെന്നാൽ എങ്ങനെ ഇരിക്കും ചിന്തിച്ചാൽ മതി. അപ്പൊ ഈ നമ്മുടെ സോളിഡിന്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ അടിഭാഗമാണ്. താഴെ ചെന്ന് പറഞ്ഞാൽ എന്താവും, സർക്കിൾ ആയിരിക്കും കിട്ടുക. അപ്പൊ എക്സ് വൈ പ്ലെയിൻ ആണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് പറയുന്ന സർക്കിൾ ആണ് നമുക്ക് കിട്ടുക. The solid G and its projection are on the xy plane are shown in figure. The lower surface of the solid is the plane z equal to 1 and the upper surface is the plane x plus z equal to 5, or equivalently z is equal to 5 minus x. Thus from equations 3 and 5, volume of G കണ്ടുപിടിച്ചാൽ triple integral of G d is equal to double integral over r. ഇവിടെ കൊടുത്തിരിക്കുന്ന z ന്റെ ലിമിറ്റ്സ് ആണ്. z എവിടെ മുതൽ എവിടെ വരെയാണ്? z equal to 1 ആണ്, 1 മുതലാണ്. z equal to 1 മുതൽ z is equal to 5 minus x വരെ dz dA. ഇനി നമ്മൾ ഈ രണ്ട് ഫിഗറും വരയ്ക്കണം. നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഫിഗറും വരയ്ക്കണം. ഫോർ ദ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ പ്രൊജക്ഷൻ പ്രത്യേകം മാറ്റി വരച്ചാലേ നമുക്ക് എക്സിന്റെ വൈന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, നമ്മുടെ എക്സ് പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 അകത്ത് നിന്ന് നമുക്ക്
ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ വരച്ചിട്ടുണ്ട്. ഈ വെർട്ടിക്കൽ ലൈൻ താഴെ ചെന്ന് മുട്ടുന്ന വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുമ്പോൾ അവിടെ വൈക്കാണ് വേരിയേഷൻ വരുന്നത്. വൈ ഓരോ സ്ഥലത്തും മാറി മാറിക്കൊണ്ടിരിക്കും അല്ലെ. ഏറ്റവും താഴെ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ നോക്കുക, കാർവിൻ ഇക്വേഷൻ എന്നാണ് കണ്ടുപിടിക്കുന്നത്. കാർവിൻ ഇക്വേഷനകത്ത് നിന്ന് വൈ കണ്ടുപിടിച്ചാൽ ലോവർ പോർഷനിൽ വൈ ഈക്വൽ ടു, അതായത് നെഗറ്റീവ് പോർഷൻ വരുമ്പോൾ എന്താ വരിക, വൈ ഈക്വൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരിക. അതിനകത്ത് നെഗറ്റീവ് വൈ ആക്സിസിൽ നമുക്ക് മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. പോസിറ്റീവ് വൈ ആക്സിസിന്റെ അവിടെ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. പിന്നെ എക്സ് ലിമിറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് എക്സ് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ എടുത്തത് 3 ആണ്, അങ്ങേറ്റത്ത് എക്സ് 3 ആണ്. അപ്പോൾ -3 to 3 minus root of 9 minus x square to root of 9 minus x square z is equal to 1 to 5 minus x dz dy dx is equal to, ഇനി അങ്ങേറ്റത്ത് ആദ്യം dz ആണ്, z എന്ന് വരും. പിന്നെ ലിമിറ്റ്സ് 1 to 5 minus x കൊടുക്കുന്നു. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 minus x dy dx എന്ന് കിട്ടും. ഇനി with respect to y ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 4 minus x into y എന്നാണ് കിട്ടുക. കാരണം ഇത് കോൺസ്റ്റന്റ് ആണ്, 4 minus x കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 4 minus x into y എന്ന് കിട്ടും. ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 2 into root of 9 minus x square എന്ന് കിട്ടും. അത് തന്നെ അവിടെ ആ 2നെ ഈ 4 minus x ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുക. ഇനി ഇതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഈ ഇന്റഗ്രൽ 8 into ആ റൂട്ട് മൈനസ് 2x into ആ റൂട്ട്, അതായത് സെപ്പറേറ്റ് നമ്മൾ ഇന്റഗ്രൽ കൊടുത്താൽ 8 into integral minus 3 to 3 root of 9 minus x square dx minus integral minus 3 to 3 2x into root of 9 minus x square dx. ഇനി ബാക്കിയുള്ള ഇന്റഗ്രേഷൻസ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ ഇന്റഗ്രേഷനെ കുറിച്ച് ഇതിനകത്ത് പറയാനില്ല, കാരണം നമ്മൾ ഇന്റഗ്രേഷൻ എല്ലാം പഠിച്ചു, ഡബിൾ ഇന്റഗ്രൽ വരെയും പഠിച്ചതാണ്. ചെയ്ത് കഴിയുമ്പോൾ 8 into 9/2 പൈ കിട്ടും, മൈനസ് ഇന്റഗ്രൽ minus 3 to 3 2x into root of 9 minus x square. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിപ്പിച്ചതാണ്. 9 minus x square ന് u കൊടുക്കുക, എന്നിട്ട് ലിമിറ്റ് മാറ്റിയിട്ട് ചെയ്താൽ മതി. ഫൈനൽ ആൻസർ 36 പൈ എന്നായിരിക്കും കിട്ടുന്നത്. അടുത്തത് ഫൈൻഡ് ദി വോളിയം ഓഫ് ദി സോളിഡ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദി പാരാബോളോയിഡ്സ് z equal to 5x square plus 5y square and z equal to 6 minus 7x square minus y square. സോളിഡ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദി പാരാബോളോയിഡ്സ്. അപ്പോൾ നമ്മൾ ഞാൻ അയച്ചു തന്ന ടെക്സ്റ്റിനകത്ത് കുറേ ഇക്വേഷൻസും അതിന്റെ ഗ്രാഫ്സും ഉണ്ടെന്നാണല്ലോ ഓർമ്മ കേട്ടോ. ആ റെഫറൻസ് ടെക്സ്റ്റിനകത്തിലെ കുറേ ഇക്വേഷനും അതിന്റെ ഗ്രാഫും ഉണ്ടെന്നാണ് ഓർമ്മ. അപ്പൊ അതൊന്ന് നോക്കണം, എന്നാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ ഇതൊക്കെ വരയ്ക്കണ്ടേ. Find the volume of the solid enclosed between the paraboloids. Z equal to 5x square plus 5y square എന്ന് പറയുന്ന പരാബോളോയിഡ്. പരാബോളോയിഡ് എന്ന് പറഞ്ഞാൽ പരാബോള, അതിനെ നമ്മൾ അതിന്റെ ഒരു 3 സ്പേസിലുള്ള ഇമേജ് വരും, ചിരട്ട പോലെ ഇരിക്കുന്നതാണ് പരാബോളോയിഡ്. Z equal to 5x square plus 5y square. ഇവിടെ ഈ ഫിഗറിനകത്തില് കണ്ടോ, ഈ മുകളിലേക്ക് ഇരിക്കുന്ന പരാബോളോയിഡ്, അതായത് ചെറിയ 5x square plus 5y square എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്കിങ്ങനെ. പരാബോളോയിഡിന്റെ ഫോം ഏകദേശം ഇങ്ങനെ വരും. z equal to x-ന്റെ ഒരു ടേം പ്ലസ് x സ്ക്വയറിന്റെ ടേം പ്ലസ് y സ്ക്വയറിന്റെ ടേം. ഇതിനകത്ത് ഈ z-ന്റെ സ്ഥാനത്ത് x-ഉം y-യും ഏത് വേണമെങ്കിലും വരാം. അപ്പൊ അത് ഏത് വരുന്നു അതിനനുസരിച്ച് ഈ ആക്സിസ് z-ന്റെ പോർഷനിൽ എങ്ങനെ വന്നു അതേപോലെ ഇതിങ്ങനെ മാറി മാറി വരും. ഇവിടെ z equal to 5x square plus 5y square എന്ന് പറഞ്ഞാൽ നോക്കൂ, x സ്ക്വയറും y സ്ക്വയറും 5 ഇതെല്ലാം പോസിറ്റീവ്. അപ്പം നമുക്ക് ഈ നമ്മൾ വരയ്ക്കുന്ന പരാബോളോയിഡ് z-ന്റെ പോസിറ്റീവ് പാർട്ടിലേക്ക് ഉള്ള ആ ഒരു ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു ഫിഗർ ആയിരിക്കും വരുന്നത്. ഇവിടെ മൈനസ്, മൊത്തം മൈനസ് ആ വരുന്നതെങ്കിൽ ഇത് ഇവിടുന്ന് താഴേക്കായിരിക്കും ഇരിക്കുന്നത്. y ആണ് z-ന്റെ സ്ഥാനത്ത് y ആണെങ്കിൽ ഇതേപോലെ y ആക്സിസിലായിരിക്കും ഇരിക്കുന്നത്, x ആണെങ്കിൽ x ആക്സിസിലായിരിക്കും ഇരിക്കുക. ഇനി z is equal to 6 minus x square minus y square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6 ഒറിജിനിൽ അല്ല ഇരിക്കുന്നത്, കാരണം 6 മൈനസ് വന്നു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഒറിജിൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. എക്സും വൈ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ z ആക്സിസിലെ എക്സും വൈ 0 ആണല്ലോ. z ആക്സിസിൽ ഈ പരാബോളോയിഡ് എവിടെ കട്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടി നമ്മൾ എക്സും വൈ 0 കൊടുക്കുന്നു. z equal to 6 ആണ് കിട്ടും. z-ന്റെ അവിടെ 6 കൊടുത്തിട്ട് 6-ന്റെ അവിടെ നിന്ന് താഴേക്ക് വരച്ചാൽ മതി. പരാബോളോയിഡ് താഴേക്ക് വരച്ചിരിക്കുന്നതാണ് ഒരു ഒന്ന് സ്കൈ ബ്ലൂ, ആദ്യത്തെ സ്കൈ ബ്ലൂ കളറിലെ, രണ്ടാമത്തെ താഴേക്ക് ഇരിക്കുന്നത് വയലറ്റ് കളറിലുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. രണ്ടും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. The solid G and its projection
അപ്പൊ ഇതിന് ഇടയ്ക്കുള്ളതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു കർവ്, ഇത് രണ്ട് പരാബോളകളാണ്, രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗം അവിടെ ചുമന്ന കളറിൽ വരച്ചിട്ടുണ്ട്. The solid G and its projection are on the XY plane. The solid G and its projection are on the projection നോക്കിക്കേ, നമ്മൾ ഈ പ്രൊജക്ഷൻ എങ്ങനെ കണ്ടു, ഇങ്ങനെയുള്ളതിന്റെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് നോക്കി. ഇവിടെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ആ ഒരു കർവ് ചെന്ന് ഈ XY പ്ലെയിനിലേക്ക് വീണാൽ എന്താണോ അതാണ് ശരിക്കും നമ്മുടെ പ്രൊജക്ഷൻ. ഈ രണ്ട് പരാബോളകളിലൂടെ കൂട്ടിമുട്ടുന്ന ആ ഒരു കർവ് XY പ്ലെയിനിൽ ചെന്ന് വീഴുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ പ്രൊജക്ഷൻ. അപ്പൊ the solid G and its projection are on the XY plane are shown in figure. The projection is obtained by solving the given equations simultaneously to determine where the paraboloids intersect. രണ്ട് പരാബോളോയിഡ്സുകളെ നമ്മൾ സോൾവ് ചെയ്ത് നോക്കുന്നു. 5x² + 5y² = 6 - 7x² - y². സോൾവ് ചെയ്യുമ്പോൾ 2x² + y² = 1 എന്നാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ആ ഒരു സ്പേസിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു കർവിന്റെ ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഈ കർവ് തന്നെ അതിന്റെ പ്രൊജക്ഷൻ ആണ് താഴോട്ട് കണ്ടോ, മുകളിൽ നിന്ന് താഴേക്ക് വരച്ചേക്കുന്നത് കണ്ടോ, ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ചിട്ട് വരച്ചാൽ നമുക്ക് കിട്ടുന്നത് XY പ്ലെയിനില് ഇതിന്റെ ഇക്വേഷൻ 2x² + y². ഇത് തന്നെയാണ് അതെന്ന് പറഞ്ഞാൽ ഒരു എലിപ്സിന്റെ ഇക്വേഷൻ. എങ്ങനെയാ നമ്മൾ മൊത്തത്തിൽ ഇവിടെ x² / 1/√2 the whole square എന്ന് ചെയ്താൽ മതി. x² / a² + y² / b² = 1 ആണല്ലോ. അപ്പൊ ഇവിടെ x² / 1/√2 the whole square കൊടുത്തു കഴിഞ്ഞാൽ x² / a² ഫോം ആവും. അപ്പൊ a എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. ഇപ്പൊ 2x² + y² എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ ഇവിടെ വരച്ചിരിക്കുന്നു, എലിപ്സ് വരച്ചിരിക്കുന്നു. അതിനകത്തില് x² + y², ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് y ഉം x ഉം കണ്ടുപിടിച്ചിട്ടുണ്ട്. -1/√2 മുതൽ +1/√2 വരെ. y എന്ന് പറയുന്നത് √1 - 2x². ഇതിനകത്ത് കിട്ടുന്ന ഇക്വേഷനകത്ത് y² = 1 - 2x² എന്ന് കിട്ടും. അതിനകത്ത് y ± √1 - 2x² എന്ന് കിട്ടും. അത് താഴെ മുകളിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. y-യുടെ നെഗറ്റീവ് പാർട്ടില് -√1 - 2x², പോസിറ്റീവ് പാർട്ടിൽ y √1 - 2x² എന്ന് കിട്ടും. x-ന്റെ കിട്ടാനായിട്ട് പാട് തോന്നുവാണെങ്കിൽ y = 0 കൊടുത്താൽ മതി. y = 0 കൊടുക്കുമ്പോൾ 2x² = 1 എന്ന് കിട്ടും. x² = 1 x² = 1/2 എന്ന് കിട്ടും. x = ±1/√2 എന്ന് കിട്ടും. അപ്പൊ -1/√2 മുതൽ +1/√2 വരെ. Which tells us that the paraboloids intersect in a curve on the elliptic cylinder given by equation 7. The projection of this intersection on the XY plane is an ellipse with this same equation. ആ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രൊജക്ഷൻ നമ്മൾ താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ എലിപ്സ് ആണ്. Volume of G, triple integral over G, dV is equal to double integral over R. ഇസഡിന്റെ ലിമിറ്റ് ആണല്ലോ ആദ്യം കൊടുക്കേണ്ടത്. അപ്പൊ ഈ റീജിയനിൽ നമ്മുടെ G ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ താഴ്ഭാഗത്തുള്ള പരാബോളോയിഡിന്റെ ഇക്വേഷൻ ആണ് ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ മുകളിലുള്ളത് താഴെയുള്ളത് ഏതാ, z = 5x² + 5y². അത് കൊടുത്തു. മുകളിൽ 6 - 7x² - y² dz dA. ഇനി മറ്റേ മുമ്പേ പറഞ്ഞ ആ ഒരു പ്രൊജക്ഷൻ നോക്കിയിട്ട് x-ന്റെ y-ന്റെ ലിമിറ്റ് കൊടുത്തു. ബാക്കി ഇനി സിമ്പിൾ ആണ്, dz dy dx ആണ്. അപ്പൊ ആദ്യം നമുക്ക് z എന്ന് കിട്ടും, dz എന്ന് കിട്ടും. ലിമിറ്റ്സ് കൊടുത്തു കഴിയുമ്പോൾ 6 - 12x² - 6y² dy dx എന്ന് കിട്ടും. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യുക. 6 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ കൂടെ 6y - 12x²y, അപ്പൊ അതിൽ ഒരുമിച്ച് എഴുതിയേക്കുക 6 × 1 - 2x². 6 ഇവിടുന്ന് കോമൺ എടുത്തു. 6 × 1 - 2x² × y എന്ന് കിട്ടും. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴേ ഒരുമിച്ച് എഴുതി, കാരണം അവിടെ y ഇല്ലാത്തത് കൊണ്ട്. 6y² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6y³ / 3 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്യുമ്പോൾ 2y³ എന്ന് കിട്ടും. y-യുടെ ലിമിറ്റ്സ് കൊടുക്കുന്നു. എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അടുത്ത കിട്ടുന്നത് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ y-ക്ക് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഫുൾ x-ലായിരിക്കും കിട്ടുക. 1 - 2x² 3/2 dx. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ
നോക്കൂ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഇസ് ഈക്വൽ 1/√2 സൈൻ തീറ്റ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമുക്ക് കോസ് റേസ്റ്റ് 4 തീറ്റ ഡി തീറ്റ എന്ന് കിട്ടും. അപ്പൊ ഇതിൽ ഈ കോസ് റേസ്റ്റ് 4 തീറ്റ നിങ്ങൾക്ക് ഈ കോസ് റേസ്റ്റ് എൻ തീറ്റ ഞാൻ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോസ് റേസ്റ്റ് എൻ തീറ്റ സൈൻ റേസ്റ്റ് എൻ തീറ്റ ഇങ്ങനെ 0 to π/2 ചെയ്യുന്നതിന്റെ ഫോർമുല ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? റിപ്ലൈ ചെയ്യണേ. ഉണ്ടോ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇനി അത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തില് ഇപ്പൊ ഞാൻ അയച്ചില്ലേ, റെഫറൻസ് ടെക്സ്റ്റിന്റെ അകത്തിലുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഫോർമുല നോക്കി ചെയ്താൽ മതി. 3π/√2. അപ്പൊ ഇത് ഞാൻ ഈ പഠിപ്പിക്കുന്നതെല്ലാം നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതണം, വരച്ചെഴുതണം. പിന്നെ ഈ പ്രോബ്ലംസിന്റെ ഫുൾ സ്റ്റെപ്സ് എഴുതി വേണം ചെയ്യാൻ. ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇതേപോലെ തന്നെ ഈ കോസ് റേസ്റ്റ് 4 തീറ്റ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതിനൊരു ഫോർമുല ഉണ്ട്. ഇന്റഗ്രൽ 0 to π/2 വരുമ്പോഴാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് -π/2 to π/2നെയാണ് നമുക്ക് കോസ് റേസ്റ്റ് 4 തീറ്റ ഈവൻ ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ അതിനെ 2 ടൈംസ് ഇന്റഗ്രൽ 0 to π/2 എന്ന് എഴുതും. പിന്നെ ഇന്റഗ്രൽ 0 to π/2 കോസ് റേസ്റ്റ് n തീറ്റ അല്ലെങ്കിൽ സൈൻ റേസ്റ്റ് n തീറ്റ വരുമ്പോ അതിന്റെ ഫോർമുല എങ്ങനെയാണ്? n-1/n into n-3/n -2 into n-5/n -4 into etc. ഇങ്ങനെ പോയി ഏറ്റവും അവസാനം ഈ കോസ് റേസ്റ്റ് 4 തീറ്റ ഈവൻ ആണോ? ഈവൻ ആണെങ്കിൽ 1/2 into π/2 വരും. ഓഡ് ആണെങ്കിൽ 2/3 into 1 ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്ത സെക്ഷൻ വേറൊരു, അതായത് ഇത് പഠിച്ചിട്ട് നമുക്ക് അത് പഠിച്ചാൽ മതി. ഇന്റഗ്രേഷൻ ഇൻ അതർ ഓർഡേഴ്സ് ആണ്. ആദ്യം ഇന്റഗ്രേഷൻ ഇൻ ഈ ഓർഡറിലുള്ള ഇന്റഗ്രേഷൻ പഠിച്ചു തീരട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത പഠിച്ചാൽ മതി. ആ അതെ 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 അതെ, ഞാൻ പഠിപ്പിച്ചു തരണം അല്ലേ? ആ ശരി ശരി.